എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ തന്നെ പവറിനെ പതിയെ പതിയെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു വാട്ടർ ബോള് അതിൽ അവൾ അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. വില്ലന്മാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് അറ്റാക്ക് ചെയ്യുമെങ്കിലും ആ അറ്റാക്കുകളൊന്നും തന്നെ ആ ബോളിനെ ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് പോവില്ല. അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. സീനിയർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രിൻസസ് പെണ്ണിനോട് പറയും, അങ്ങനെ ഒടുവിൽ നീ നിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ? അതിനവൾ ഹായ് ആയിട്ട് പറയും, അതെ, ഞാനൊരു റോയൽ ബ്ലഡാണ്. ഇവിടെ വില്ലനാണെങ്കിൽ അത്ഭുതപ്പെടും. വിഡ്ഢിയെന്ന് കരുതിയ ആ പെണ്ണ് ഇത്രയും വലിയൊരു പവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കരുതിയതല്ല. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. എന്തു വില കൊടുത്തും ഇവരെ തകർത്തേ പറ്റൂ. പക്ഷേ ഇവരെ കഴിഞ്ഞും ഒക്കെ തന്നെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നത് ആ ഒരു മൃഗമാണ്. വാട്ടർ ബോളിന്റെ അകത്തുള്ള ആ ഒരു മൃഗം എന്ന് പറയും. അവൻ ഉദ്ദേശിച്ചത് മറ്റാരെയോ അല്ല, നമ്മുടെ ഹീറോ ആസ്ത. അടുത്ത നിമിഷം തന്നെ ഹീറോ ആണെങ്കിൽ അവന്റെ ആ വലിയ സ്വാഡുമായിട്ട് പുറത്തേക്ക് അങ്ങനെ ചേറി പാഞ്ഞു വരും. ഹീറോ അങ്ങനെ അടുത്തേക്ക് വരെ ഇപ്പൊ ആ വില്ലന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചില ഇല്യൂഷൻ കടന്നു പോകും. ഹീറോ ആണെങ്കിൽ ആ സ്വാഡ് അവന്റെ വയറ്റിൽ കുത്തിയിറക്കും. ആ ഒരു വില്ലനാണെങ്കിൽ വായിലൂടെ ചോര തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ദേഷ്യപ്പെട്ട് പറയും, മാജിക് നൈറ്റിൽ ചേരാനുള്ള പവറോ കഴിവോ ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്കിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് പറയും. അടുത്ത നിമിഷം ആ വില്ലനാണെങ്കിൽ ഹീറോയെ നോക്കി ചിരിക്കുകയാണ്. വലിയൊരു ഐസ് ക്യൂബ് അതങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിന്റെ മൂർച്ചയുള്ള ഭാഗം ഉപയോഗിച്ച് ഹീറോയുടെ വയറ്റിൽ വലിയൊരു മുറിവുണ്ടാക്കി ഹീറോയെ അങ്ങനെ താഴത്തേക്ക് ഇടുകയാണ്. ആഴത്തിൽ മുറിവ് പറ്റിയ ഹീറോ ആണെങ്കിൽ താഴേക്ക് വന്ന് അടിച്ചു വീഴും. ഞാൻ ഐസ് വെച്ച് നിന്റെ ഫ്രിക്ഷനെ തോൽപ്പിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് ആ വില്ലനാണെങ്കിൽ ഹായി ആയിട്ട് നിൽക്കുമ്പോൾ സീനിയറും പ്രിൻസസും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ഷോക്കായിട്ട് അങ്ങനെ ഹീറോയെ തന്നെ നോക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ ഹീറോയോട് പറയും, ഇനി നീ എഴുന്നേൽക്കില്ല, നിനക്ക് ഞാൻ എന്നേക്കുമായിട്ടുള്ള റെസ്റ്റ് തരാൻ പോവുകയാണ്. നിന്നെ ഇല്ലാതാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇവിടെയുള്ളവർക്കെല്ലാവർക്കും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ് ആ വാട്ടർ ബോളിനെ ഇപ്പോൾ ആ വില്ലൻ അങ്ങനെ ഫ്രീസ് ആക്കാനായിട്ട് തുടങ്ങും. 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇപ്പോൾ ആ ഒരു വാട്ടർ മുഴുവനായിട്ടും വില്ലൻ ഐസാക്കി മാറ്റും. ഇവിടെ സീനിയർ പയ്യനാണെങ്കിൽ ടെൻഷനാവും. എൻ്റെ മുൻപിൽ അധികം സമയമില്ല, എത്രയും വേഗം എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആസ്തയെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടത് അത് ശരിയായില്ല ചിന്തിക്കുന്ന അടുത്ത നിമിഷം ആസ്തയാണെങ്കിൽ വീണ്ടും അവൻ്റെ സ്വാഡുമായിട്ട് എഴുന്നേൽക്കുകയാണ്. ഞാൻ തോൽക്കില്ല, നിന്നെ തോൽപ്പിക്കാൻ ഞാൻ അടങ്ങില്ല. ഉടനെ ആ വില്ലനാണെങ്കിൽ വീണ്ടും ഐസ് ക്യൂബ് ഉപയോഗിച്ച് ആസ്തയെ അറ്റാക്ക് ചെയ്ത് താഴെയിടുകയാണ്. അതുകൊണ്ട് പ്രിൻസസ് ആണെങ്കിൽ ആസ്തയോട് ചോദിക്കും, ആസ്ത നീ എന്തായി ചെയ്യണേ? വീണ്ടും വീണ്ടും നീ പരിക്കുകൾ വാങ്ങിക്കൂട്ടുകയാണ്. അതിന് ആസ്ത പറയും, ഒരിക്കലും ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. ഞാനല്ലാതെ മറ്റാര് ഇവരെ പ്രൊട്ടക്ട് ചെയ്യും? എനിക്കിത് ചെയ്തേ പറ്റൂ, ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ സീനിയർ പയ്യനാണെങ്കിൽ ആ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും അവനെ അഭിനന്ദിക്കുകയാണ്. ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഇവനിപ്പോൾ ആ മാജിക് നീഡിൽ ഒരു മെമ്പറായി മാറിയിരിക്കുകയാണ്. ഇവൻ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇവന്റെ നേട്ടം അത് നമ്മൾ ആഘോഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ മുകളിലേക്ക് എടുത്തെറിഞ്ഞൊക്കെ അവൻ അഭിനന്ദിക്കും. അവിടെ മുഴുവൻ ആഘോഷമാക്കി മാറ്റും. മേയറാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ അവനെ അരികിലേക്ക് വിളിക്കും. നമ്മുടെ ഗ്രാമത്തിന് ഇപ്പൊ നീ വലിയൊരു അഭിമാനം തന്നെയാണ്. ഒരുപാട് പേർക്ക് നീ ഒരു മാതൃകയാവണമെന്ന് പറഞ്ഞ് അവന്റെ ഗ്രീവിയർ വെക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല പൗച്ച് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അവനാണെങ്കിൽ താങ്ക്സ് പറഞ്ഞ് അത് അവന്റെ പാൻസിൽ അങ്ങനെ കണക്ട് ചെയ്ത് ഗ്രീവിയർ അതിൽ സൂക്ഷിച്ചു വെക്കും. നീ എല്ലാവർക്കും ഒരു മാതൃകയാവണം, അവിടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് നീ തന്നെ ആയിരിക്കണം. അതിന് സീനിയർ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടെ കടന്നു പോകും. കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റ് കാണിക്കും. ആ കാര്യങ്ങളെല്ലാം ഓർത്ത ലീഡർ ആണെങ്കിൽ ഇപ്പം മുൻപിലേക്ക് നടക്കുകയാണ് ആ ഒരു വില്ലന്മാരെ എല്ലാം ഫേസ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഞാൻ തോറ്റു കൊടുക്കില്ല, മേയർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഇപ്പോൾ ആസ്തയെ വെല്ലുവിളിക്കും, നീ വെറും ഒരു സാധാരണക്കാരനായ പയ്യനാണ്, എന്നെപ്പോലെ നോബിൾ ഫാമിലിയിലുള്ളവരെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. അത്രയും പവറും ശക്തിയും മന്ത്രമൊന്നും നിന്റെ കയ്യിലില്ല. അതിന് ആസ്തയാണെങ്കിൽ തീർത്തു പറയും, വിസാർഡ് കിങ് ആവാൻ നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു സാധാരണക്കാരനായ പയ്യനാണ്, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു വിസാർഡ് കിങ് ആവുമെന്ന് പറയും. അത് കേട്ട ആ വില്ലൻ ചിരിക്കുമ്പോൾ അവന്റെ തൊട്ടു പുറകിലായി സീനിയർ പയ്യൻ. അവൻ ടെററായി അവിടേക്ക് വന്ന് ഇപ്പോൾ ആ വില്ലനെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആദ്യം എന്നെ നേരിടാനായിട്ട് സീനിയർ പറയും. സീനിയർ ആണെങ്കിൽ ആസ്തയെ നോക്കും, ഞാനാണ് നിന്റെ സീനിയർ, സോ ഞാനിപ്പോൾ എൻ്റെ ഫുൾ പവറിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആസ്തയെ നോക്കി എന്തോ ഒരു ആക്ഷൻ കാണിച്ച് അവൻ്റെ ഫുൾ ഫയർ പവർ അത് നെറ്റ് പോലെ ആ വില്ലന് നേരെ ഉപയോഗിക്കും. ഓ, ഇതാണോ നിന്റെ ഫുൾ പവർ? ഇതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ പവർ ഉപയോഗിച്ച് അതിനെ അങ്ങനെ ചെറുതാക്കാൻ ശ്രമിക്കും. അതിനുശേഷം ആ വില്ലനാണെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഇപ്പോൾ സീനിയറിന് നേരെ അയക്കുന്ന അതേ സമയം സീനിയർ ക്രിയേറ്റ് ചെയ്ത ആ ഫയർ പവർ ഇപ്പൊ സ്വാഡ് ഉപയോഗിച്ച് ആഞ്ഞടിച്ച് നമ്മുടെ ആസ്തയാണെങ്കിൽ വില്ലന്മാർക്ക് നേരെ തെറിപ്പിക്കുകയാണ്. ആ ഒരു പവറിൽ പെട്ട് അവരെല്ലാവരും അടിച്ച് താഴെ വീഴും.
അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് ആ വില്ലന്മാർ തിരിച്ചറിഞ്ഞതല്ല. ഇവിടെ ചുന്ദരിപ്പെണ്ണ് പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. മാത്രമല്ല ഒരുപാട് അഭിമാനവും. ഞാൻ എൻ്റെ പവർ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ ഹീറോ ആ വില്ലന് നേർക്ക് ചാടി വരും. വില്ലനാണെങ്കിൽ ഫയർ ഐസാക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെ തകർക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഹീറോ അവൻ്റെ സ്വാഡ് ഉപയോഗിച്ച് അവനെ ആഞ്ഞു വെട്ടുകയാണ്. അത് കണ്ട് ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും ഷോക്കാവും. ആ ചെറിയ പയ്യൻ ആ വില്ലനെ അവനെ തകർത്തു എന്ന് പറയും. അടുത്ത നിമിഷം ആ വില്ലന്മാരുടെ ബോഡിയിൽ ഒരു ഷീൽഡ് വന്ന് അങ്ങനെ അവർ ലോക്ക് ചെയ്യുകയാണ്. ആസ്തയാണെങ്കിൽ അത്ഭുതപ്പെട്ട് അതിലേക്ക് നോക്കുമ്പോൾ സീനിയർ ആണെങ്കിൽ ആസ്തയോട് പറയും, നിനക്ക് മാത്രമല്ല പവർ ഉപയോഗിക്കാൻ കഴിയുന്നത്, എനിക്കും കഴിയും. എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ അവരെ ലോക്ക് ചെയ്യുമെന്ന് പറയും. ഇവിടെ നമ്മുടെ പ്രിൻസസ് പെണ്ണിന്റെ പവർ അത് പതിയെ അങ്ങനെ കുറഞ്ഞ് ആ വെള്ളം താഴേക്ക് വീഴുകയാണ്. ആസ്തയ്ക്കാണെങ്കിൽ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. അവൻ ഞാൻ ഈ വില്ലന്മാരെ കീഴടക്കി എന്ന് പറഞ്ഞ് അവൻ്റെ സ്വാഡുമായിട്ട് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാർ 3 പേരും ചേർന്ന് ചെറിയൊരു മിഷന്റെ പേരിൽ ഇപ്പോൾ വലിയൊരു മിഷൻ തന്നെ സോൾവ് ചെയ്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ആസ്തയാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. അവൻ്റെ ബോധം പോയെന്ന് കരുതി ഇപ്പോൾ സീനിയർ പയ്യനാണെങ്കിൽ ഓടി അവൻ്റെ അടുത്തേക്ക് വരും. അവൻ്റെ ബോധം പോയതല്ല, ആസ്തയാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇവിടെ പ്രിൻസസ് പെണ്ണാണെങ്കിൽ ആസ്തയെ അത്ഭുതത്തോടു കൂടെ തന്നെ നോക്കും. ഇത്രയും പവർ ഉണ്ടായിട്ടാണോ ഇവൻ ആ പന്നിയെ കണ്ട് പേടിച്ചോടിയത്? ഒരു സാധാരണക്കാരനായ പയ്യന് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. സീനിയറും ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ പ്രിൻസസ് പെണ്ണിനോട് താങ്ക്സ് പറയും. നീ കറക്റ്റ് സമയത്ത് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവനൊന്നും സംഭവിക്കാതിരുന്നത്. അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞാനൊരു പ്രിൻസസ് ആണ്, നോബിൾ ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ആ സമയം ആസ്തയുടെ ബോഡിയിൽ നിന്ന് ഒരു ബേർഡ് ആണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ പറന്നുയരുകയാണ്. ആ ബേർഡിന്റെ പേര് ആൻറ്റി ബേർഡ് എന്നാണ്. അതാണെങ്കിൽ ഇപ്പോൾ വലിയൊരു വീടിന്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് ആ വീടിന്റെ ഉള്ളിൽ എന്തോ ഒരു കല്ല് പോലത്തെ വസ്തു അത് തിളങ്ങുന്നതായിട്ട് കാണിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മെയിൻ വില്ലനെയും അവന്റെ 2 അസിസ്റ്റന്റ് വില്ലന്മാരെ ലോക്ക് ചെയ്തു. 2 പേരാണെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. സീനിയർ പയ്യനാണെങ്കിൽ ആ മെയിൻ വില്ലനോട് ചോദിക്കും, നീ ആരാണ്, എന്തിനു വേണ്ടി ഇവിടേക്ക് വന്നു, നിന്റെ ലക്ഷ്യം അതെന്താണ്? അതിന് ആ മെയിൻ വില്ലനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഞങ്ങൾ അകപ്പെട്ടുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി എന്തിന് ഞങ്ങൾ ആ രഹസ്യം നിങ്ങളോട് പറയണം ചോദിച്ച് അവരാണെങ്കിൽ അവരെ തന്നെ ഐസാക്കി മാറ്റി കാറ്റോട് കാറ്റ് അങ്ങനെ ഇല്ലാതാവുകയാണ്. ആസ്തയാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും നിങ്ങളെ ഇവിടേക്ക് അയച്ചത് ആരാണെന്നും ഞങ്ങൾ കണ്ടെത്തും, അവരോട് ഞങ്ങൾ പ്രതികാരം വീട്ടുക തന്നെ ചെയ്യുമെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാച്ച് അതവിടെ കിടക്കുന്നത് കാണിക്കും. കട്ട് ചെയ്ത ഇവിടെ നിക് പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഗ്രാൻഡ് പേയുടെ കല്ലറയിലേക്ക് വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ അവനെ വിളിക്കുമ്പോൾ എനിക്കിവിടെ ഇരിക്കുന്നതാണ് സമാധാനം എന്ന് അവൻ അവളോട് മറുപടി പറയും. എന്റെ ഗ്രാൻഡ് പേ ആണ് ഈ ഗ്രാമത്തിലെ സൂപ്പർ ഹീറോ. അദ്ദേഹത്തിന് മാത്രമായിരുന്നു നല്ല രീതിയിൽ പവർ ഉണ്ടായിരുന്നത്. ഗ്രാമത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറയും. അതിന് ആ പെൺകുട്ടിയും പറയും, അതെ, അദ്ദേഹം ശരിക്കും ഒരു ഹീറോ തന്നെയായിരുന്നു. ഉടനെ നിക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, മാജിക് ഹാൻഡിൽ എനിക്കും കൂടെ ചേരാനായിട്ട് സാധിക്കുമോ? എന്റെ ലക്ഷ്യവും അതാണ്. ആസ്തയാണെങ്കിൽ ആ പയ്യനെ മോട്ടിവേറ്റ് ചെയ്യും, മാജിക് പവർ ഒന്നുമില്ലാത്ത ഞാൻ ഇവിടം വരെ എത്തി, സോ നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിൽ ചേരാൻ കഴിയും, നീ ഗ്രാമത്തിന്റെ തന്നെ അഭിമാനമായി മാറുമെന്ന് പറയും. നിനക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ ആ ബേർഡ് ആണെങ്കിൽ അവിടേക്ക് പറന്നു വന്ന് ഇപ്പൊ നമ്മുടെ ഹീറോയുടെ തലയിൽ അറഞ്ചം പുറഞ്ഞ് കൊത്തുകയാണ്. ഹീറോ ആണെങ്കിൽ അതിനെ തട്ടിവിടാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും അതിന്റെ വായിലൊരു സ്റ്റോൺ ശ്രദ്ധിക്കുക. അതിന്റെ വായിൽ എന്താണ്, ഇങ്ങനെയൊന്ന് ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. ഉടനെ ആ പയ്യനാണെങ്കിൽ ഗ്രാൻഡ് പേയുടെ ബോക്സിലുണ്ടായിരുന്ന ഒരു സ്റ്റോൺ ആണത്, അതെന്താണെന്ന് അറിയില്ല എന്ന് പറയും. ഉടനെ ഹീറോ ആണെങ്കിൽ ആ ബേർഡിനെ പിടിച്ച് വലിക്കും. ഉടനെ ആ ബേർഡ് ആണെങ്കിൽ ആ കല്ല് വെച്ച് വീണ്ടും ആസ്തയുടെ തലയിൽ ഇടിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത നമ്മുടെ ആസ്തയും ടീമും അവരില്ലാതാക്കിയ ആ വില്ലന്മാരിലെ ബാക്കി 2 സോൾജേഴ്സ് ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആളുടെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 8ഉം 2 പേരും മരണപ്പെട്ടു എന്ന് പറയും. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, തൽക്കാലം മാജിക് സ്റ്റോൺ അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കാമെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.